അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരിപ്പോഴും ഇടതു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കമന്റ് പറയാനില്ല. അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFന്റെ പക്കലേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ഇതിപ്പോ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. വിസ്മയം എന്ന് പറയുന്നത് ഇത് കേരള കോൺഗ്രസിന്റെ വരവായിരിക്കുമോ, അത് UDFന്റെ ഒരു അസറ്റ് ആവുമോ, എങ്ങനെയാണ്? അപ്പൊ വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയമാവുള്ളൂ. വന്നാൽ മതി. വരുമ്പോ കറക്റ്റായിട്ട് പറയും. കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അപ്പൊ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ ആ വിസ്മയം എന്താണെന്ന്